തിമിംഗലങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നതിന്റെ കാരണം പെട്രോളിയത്തിന്റെ കണ്ടുപിടുത്തമാണ് എന്ന് നിങ്ങൾക്കറിയോ? തിമിംഗലവും പെട്രോളിയം തമ്മിൽ എന്ത് ബന്ധം എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? പറഞ്ഞുതരാം. 1800-കളിൽ, അതായത് പെട്രോളിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എണ്ണയായിട്ട് ഉപയോഗിച്ചിരുന്നത് തിമിംഗലത്തിന്റെ നെയ്യിൽ നിന്നുണ്ടാക്കുന്ന ഒരുതരം ഓയിലായിരുന്നു. ഇത് സോപ്പുകൾ, ലാമ്പുകൾ, അതുപോലെ തന്നെ യന്ത്രഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ, ഇതിനെല്ലാം വേണ്ടി ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തിമിംഗലവേട്ട അന്ന് രൂക്ഷമായിരുന്നു. ചിലയിനം തിമിംഗലങ്ങൾ അങ്ങനെ വംശനാശത്തിന്റെ വക്കിൽ വരെ എത്തി. തിമിംഗല വേട്ടക്കാർക്ക് നല്ല ഡിമാൻഡായിരുന്നു, നല്ല വരുമാനമായിരുന്നു. എന്നാൽ 1859 എഡ്വിൻ ഡ്രേക്ക് പെൻസിൽവാനിയയിൽ ആദ്യത്തെ എണ്ണക്കിണർ കണ്ടെത്തി. അപ്പോൾ ആ പെട്രോളിയവും അതുപോലെ തന്നെ കെറോസിനും തിമിംഗല തൈലത്തേക്കാൾ കാര്യക്ഷമവും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ട് മാറി. അധികം വൈകാതെ തന്നെ തിമിംഗലവേട്ട കുറഞ്ഞു. ലാമ്പുകളിൽ മണ്ണെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങി. വ്യവസായങ്ങൾ പെട്രോളിയം അധിഷ്ഠിതമായിട്ടുള്ള ഇന്ധനങ്ങളിലേക്ക് മാറി. ഈ ഒരു അപ്രതീക്ഷിത മാറ്റം തിമിംഗലങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകുകയായിരുന്നു. ഈ ഒരു കണ്ടുപിടുത്തം മൂലം തിമിംഗലങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ, നമ്മുടെ മഹാസമുദ്രങ്ങളിൽ ജീവിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയ ഭീഷണികൾ അവയെ വീണ്ടും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരള തീരത്ത് തന്നെ ഈ അടുത്ത കാലങ്ങളിൽ നിരവധി തിമിംഗലങ്ങൾ ചത്ത് അടിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഒരിക്കൽ അവയെ രക്ഷിച്ചു. ഇനി അവയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് തിമിംഗലങ്ങളെ മാത്രമല്ല, ഈ ഭൂമി നിലനിൽക്കാൻ, ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ നമ്മുടെ സമുദ്രങ്ങളെ നമുക്ക് സംരക്ഷിക്കാം.